ചെയ്തുകൂട്ടിയ മാനിപ്പുലേഷന്റെ കളങ്കാവൽ ഫോർമാറ്റ്. കാര്യം കഴിഞ്ഞ് കൊന്നുകളഞ്ഞില്ലെന്നേ ഉള്ളൂ. രാഹുലെ, നിന്റെ അതിക്രമങ്ങൾക്ക് മേൽപ്പറഞ്ഞ ചോദ്യങ്ങൾ, സംശയങ്ങൾ രാഷ്ട്രീയമറയല്ല, പരിഹാരമല്ല, ഒരു മറുപടിയേ അല്ല. അത് പുറത്തു പറയുന്നത് ശരിയാണോ എന്നറിയില്ല. വേട്ടക്കിരയായ ഒരു പെൺകുട്ടിയുടെ ശബ്ദം നേർക്കുനേർ കേട്ടതാണ്. ദാമ്പത്യത്തിലൊരു വിള്ളൽ മുതലെടുത്ത് ആ വിടവിലേക്ക് ഇടിച്ചു കയറി വന്ന ഒരുത്തൻ, പ്രതീക്ഷയുടെ കൈത്താങ്ങെന്ന് ആവർത്തിച്ചുറപ്പ് കൊടുത്തൊരുത്തൻ, ഒരു പെൺകുട്ടിയെ തകർത്തു നാനാവിധമാക്കി ട്രോമയുടെ ആഴത്തിലേക്ക് എറിഞ്ഞതെങ്ങനെ എന്ന് കാതു പൊള്ളിപ്പോകുന്ന ഒരു സാക്ഷ്യം. അമ്മയും സഹോദരിമാരും പെൺമക്കളും ഉള്ളവർക്ക് കേട്ടിരിക്കാൻ കഴിയാത്ത, ഊഹിക്കാൻ കഴിയാത്ത വയലൻസിന്റെ പരമാവധിയാണ് കേവലം കോഴിത്തരമല്ല. ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഒരിക്കൽ അവൻ ഇരച്ചു കയറി വന്ന അനുഭവം, ദേഹത്തിന്റെ ഓരോ കോണും ഇഞ്ചപ്പരുവത്തിലാക്കിയതിനെപ്പറ്റി, ശരീരം മുഴുവൻ കടിച്ചു കീറിയതിനെപ്പറ്റി, സെക്ഷൽ സാഡിസം പൂർത്തിയാക്കി അവൻ ഇറങ്ങിപ്പോയപ്പോൾ ചേട്ടാ എനിക്ക് തോന്നിയത് തെരുവുനായ ആക്രമിച്ചുവെന്നാണ്. അതേ പാറ്റേണിൽ രണ്ടാം പരാതി, അതേ പാറ്റേണിൽ മൂന്നാം പരാതി, അതേ പാറ്റേണിൽ ഇനിയും എത്രയാണ് പരാതികളെന്ന് ആർക്കറിയാം. ദുർബലയായ പെൺകുട്ടികൾക്ക് കാവലിന്റെ കരുത്തിന്റെ ഒരു കള്ളക്കവചം തീർക്കൽ, വിവാഹം കഴിക്കണം, കുഞ്ഞു വേണമെന്നും തേലും പാനും ഒഴുക്കൽ, ആക്രാമക സെക്സിനൊടുവിൽ ബീജാവാവും, പിന്നെ ആ ഗർഭം തന്നെ ഇല്ലാതാക്കാൻ കരുതിയേക്കും. ഇങ്ങനെയുണ്ടോ? പല വൈകൃതങ്ങൾ കേട്ടതാണെങ്കിലും അത്തരത്തിൽ ആനന്ദിക്കുന്ന ഒരു പെർവേർഷൻ വൈകൃതം ആരെങ്കിലും കേട്ടവരാണോ? കേവലം സെക്ഷൽ ഫാന്റസി അല്ല, വലയെറിഞ്ഞു പിടിച്ച് ശരീരവും മനസ്സും മനോനിലയും ഭാവിയും കസക്കിയെറിഞ്ഞ് ചണ്ടിയാക്കി വഴിയാധാരമാക്കി വലിച്ചെറിഞ്ഞ് അടുത്തയാളെ തേടിപ്പോകുന്ന തെമ്മാടിപ്പണിയാണ്. നിയമത്തിന്റെ വഴുതിൽ അയാൾ ഇറങ്ങിയാലും ഇല്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പാഠമാണ്. രാഷ്ട്രീയക്കാരൻ എന്നല്ല, ഒരു മനുഷ്യൻ എങ്ങനെ ആവരുതെന്ന പാഠം ഇപ്പോഴും തുടരുന്ന സൈബർ വേട്ടക്കിടയിലും പിടിച്ചു നിൽക്കുന്ന പെൺകുട്ടികൾക്ക് മാത്രമാണ് ഐക്യദാർഢ്യം.